നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരപൂർവ്വം. സ്വാമി ശരണമയ്യപ്പ. അടുത്തതായി മഹാത്മ്യ പ്രഭാഷണം പാരായണവും പ്രഭാഷണവും അദ്ദേഹത്തിന് നടത്തുവാനായി ഉണ്ടെങ്കിൽ അമ്പാടിക്കണ്ണന്റെ ലീലകൾ കേട്ട് ആ ഭാഗവത തത്വത്തെ മനസ്സിലാക്കാൻ നമുക്കറിയാം. ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്ത ആ ഭാഗവത തത്വം മനസ്സിലാക്കുവാനുള്ള അവസരമായിട്ട് അടുത്തതായി ിലൂടെ അവൻ മോക്ഷത്തിലേക്ക് സ്വപ്നം കണ്ട് സഞ്ചരിക്കുമ്പോൾ അവന് ചില ധർമ്മങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. അതെന്താണ് ആ ധർമ്മം? എന്താണ് ആ കർമ്മം? എന്താണ്? ഞാൻ പലപ്പോഴും പറയും, നമ്മൾ എന്താണോ ആയിരിക്കേണ്ടത് അതിൽ പൂർണ്ണമായും ആകുന്നിടത്താണ് നമ്മുടെ പ്രാഥമികമായ ധർമ്മം നമ്മൾ പൂർത്തിയാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. ചിലർക്ക് കുടുംബത്തെ നോക്കാനുള്ള ചുമതലയായിരിക്കും, അടുക്കള പണി ചെയ്യാനുള്ള ചുമതലയായിരിക്കും, നാട് നന്നാക്കാനുള്ള ചുമതലയായിരിക്കും, പ്രാർത്ഥിക്കാനുള്ള ചുമതലയായിരിക്കും. പത്രപ്രവർത്തകനാവാം, റബ്ബർ വെട്ടുകാരനാവാം, മേസ്തിരിയാവാം, ഓട്ടോറിക്ഷക്കാരനാവാം, മന്ത്രിയാവാം. അങ്ങനെ ഓരോ കർമ്മങ്ങൾ നമുക്കുണ്ട്. ആ കർമ്മങ്ങൾ കാപട്യമില്ലാതെ, ആ കർമ്മങ്ങൾ ആഗ്രഹിക്കുന്ന സത്യസന്ധതയോടെ ചെയ്യുമ്പോൾ, അത് പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഈശ്വര വിശ്വാസിയാവുന്നത്. അതുകൊണ്ട് ദൈവത്തെ കാണാൻ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പോയാൽ മാത്രമല്ല, നമ്മുടെ ചുമതല, നമ്മുടെ കർമ്മം, നമ്മുടെ ധർമ്മം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ വേദങ്ങളോട്, നമ്മുടെ സംസ്കാരത്തോട് നീതി പുലർത്തുകയാണ്, നമ്മൾ സത്യം ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നത്. ഇവിടെയാണ് ചോദ്യം, നമ്മുടെ കർമ്മം, നമ്മുടെ ധർമ്മം നമ്മൾ സത്യസന്ധമായി നിർവഹിക്കണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും വെല്ലുവിളികളെ നേരിടുന്നത്? എങ്ങനെയാണ് ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇങ്ങനെ പേടിക്കാതെ യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകട്ടെ? ഞാൻ പറയാറുണ്ട്, അതെന്റെ മിടുക്കല്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ, ധർമ്മങ്ങളുണ്ട്. ചിലർക്ക് ഭരിക്കാനുള്ള ചുമതലയായിരിക്കും, ചിലർക്ക് കുടുംബം നടത്താനുള്ള ചുമതലയായിരിക്കും, ചിലർക്ക് അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള ചുമതലയായിരിക്കും. ആ ചുമതല, ആ ധർമ്മം, ആ കർമ്മം കണ്ടെത്തി അത് സത്യസന്ധമായി നിറവേറ്റുമ്പോൾ, നിർവഹിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായും അതിന്റെ വെല്ലുവിളികളും നേരിടേണ്ടി വരും. എന്റെ ജന്മം കൊണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചുമതല ഞാൻ തിരിച്ചറിയുന്നിടത്താണ് ആദ്യത്തെ എന്റെ വിജയം, നമ്മുടെ ഓരോരുത്തരുടെയും വിജയം. ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്. വിദ്യാർത്ഥികളോട് ഞാൻ പറയും, നിങ്ങളുടെ ഇപ്പോഴത്തെ കടമ പഠിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. ആ ചുമതല നമ്മൾ കണ്ടെത്തുകയും അതിനോട് സത്യസന്ധത പുലർത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഭഗവാൻ നമുക്ക് അത് ഭംഗിയായി ചെയ്യാനുള്ള കരുത്തും ശക്തിയും നമ്മൾ ഭയക്കുകയില്ല. അത് സത്യസന്ധമായി ചെയ്താൽ ഭയക്കുകയില്ല. ഭയക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമുക്ക് സത്യബോധം നഷ്ടപ്പെടും. ഞാൻ പറയും, എന്നെ പോലീസ് വേട്ടയാടാൻ ഇറങ്ങിയപ്പോ 123 കേസ് നടത്തുന്ന ആളാണ് ഞാനിപ്പോൾ. ഈ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് 123 കേസ് തുടർച്ചയായി എനിക്കെതിരെ സർക്കാരും പോലീസും കേസുകൾ എടുക്കുമ്പോ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒന്നുണ്ട്,
ധർമ്മത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ ധർമ്മം പുലരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ മുഴുവൻ ലോകത്ത് എവിടെയാണെങ്കിലും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആയിരക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ കഴിയില്ല. എനിക്കറിയാം. ഞാൻ അതിനുശേഷം നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോയി. ആറ്റുകാൽ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പൂജാരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സംഭവങ്ങൾ ഞാൻ സർക്കാരിനെ പോയി ജോലിയിൽ പോയിരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും അനേകം പേർ വന്ന് വഴിപാട് നടത്തുമായിരുന്നു. അവർക്കൊക്കെ എങ്ങനെയാണ് എന്റെ നാള് കിട്ടിയതെന്നാണ് തിരുമേനിക്ക് സംശയം എന്ന് പറഞ്ഞു. എല്ലാവരും വന്ന് വഴിപാട് നടത്തുകയാണ്. എവിടെ ചെന്നാലും ഉണ്ടായിരുന്ന ഒരു വഴിപാടിന്റെ വെളിച്ചം, അത് അനുഭവിച്ച ആളാണ് ഞാൻ. പിന്നെ നമ്മൾ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ എന്തെല്ലാം സംഭവിച്ചാലും അത് നമ്മളെ ആത്യന്തികമായി ഒരു കുഴപ്പത്തിലേക്കും ചാടിക്കില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരൻ നമ്മളെ സംരക്ഷിക്കും, പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പരിശുദ്ധമായ ക്ഷേത്ര സന്നിധികൾ, ഈ മനോഹരമായ സായം സദ്യ ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വൈകുന്നേരം എനിക്ക് ദീപാരാധന തൊഴാൻ കഴിയും. ഞാൻ വന്നിറങ്ങുമ്പോൾ ദീപാരാധനയ്ക്ക് നട തുറക്കുകയാണ്. അതും ഭഗവാൻ അയ്യപ്പന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക. ഞാൻ അയ്യപ്പന്റെ വാസസ്ഥലത്ത് നിന്നും 10-30 കിലോമീറ്റർ മാത്രം അപ്പുറം ജനിച്ചു വളർന്ന ആളാണ്. എപ്പോഴും ഞാൻ പറയാറ്, ശബരിമല യുവതീ പ്രവേശന വിഷയമുണ്ടായപ്പോൾ, ഭരണഘടനയുടെ വിഷയവുമായി ചിലർ വന്നപ്പോൾ ഒരു സംശയവും അക്കാര്യത്തിൽ എനിക്ക് ഇല്ലാതിരുന്നത് അയ്യപ്പന്റെ അയൽപ്പക്കാരനായിരുന്നു. ഓർക്കണം, അന്ന് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു നിലപാടെടുക്കേണ്ടത് എന്താണ് എന്ന കാര്യത്തിൽ സംഘപരിവാറിന് ഒരു സംശയം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സുപ്രീം കോടതി വിധി വന്ന പിറ്റേ ദിവസം ജന്മഭൂമി ദിനപത്രത്തിൽ ആ വിധിയെ സ്വാഗതം ചെയ്യുന്ന വാർത്തയാണ് വന്നത്. പക്ഷേ ആ വിധി വരുന്നതിന് മുൻപും വിധി വന്ന അന്നും വിശ്വാസികളുടെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യം കോടതികൾക്കില്ല എന്ന നിലപാടെടുത്ത് വാർത്ത ചെയ്ത ആളാണ് ഞാൻ. പിന്നീട് ഇത് കത്തിപ്പടരുന്നത് പന്തളം കൊട്ടാരം ഇതിനു വേണ്ടി രംഗത്ത് വന്നപ്പോഴാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇവിടെ വലിയ മാറ്റങ്ങൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസത്തിനും ഓരോ നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠകളിലേക്ക് വിശ്വാസികളല്ലാതെ ആരും കടന്നു കയറേണ്ട. ക്ഷേത്രത്തിൽ തന്ത്രിയാണ് പരമാധികാരി. ഇനി ആ തന്ത്രിയുടെ നിലപാട് നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ, വിശ്വാസങ്ങൾക്കെതിരാണെങ്കിൽ ആരാണ് പ്രതികരിക്കേണ്ടത്? വിശ്വാസികളാണ്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഭക്തയായ യുവതി ശബരിമലയിൽ ഞങ്ങൾക്ക് കയറം എന്ന് പറയുകയും ആ ഒരു മുറവിളി ഭക്തസ്ത്രീകൾ ഏറ്റെടുക്കുകയും ചെയ്താൽ ഞാൻ എന്റെ നിലപാട് തിരുത്താവുന്നത്. ഞാൻ ഒരു ഭക്തസ്ത്രീയെയും കണ്ടില്ല ഇന്നേ വരെ ശബരിമലയിൽ ഞങ്ങൾക്ക് കയറുന്നു, ഒരാളെയും കണ്ടില്ല. ഞാൻ അനേകം ഭക്തസ്ത്രീകളോട് ചോദിച്ചു, യുവതികളോട് ചോദിച്ചു, ഞങ്ങൾ ഭഗവാൻ നിഷ്ഠകൾ ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ആ കാത്തിരിപ്പിൽ ഒരു ഭക്തിയുണ്ട്, ഒരു സുഖമുണ്ട്. എനിക്കറിയാം, അയ്യപ്പനെ കാണാൻ വേണ്ടി 50 വയസ്സ് കഴിയാൻ കാത്തിരിക്കുന്ന യുവതികൾ, ആ കാത്തിരിപ്പിന്റെ സുഖമുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ ഭരണകൂടങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയുന്നത് അത് ഭക്തിയാണ്. ഞാനിത് പറയുന്നത് ഒരു ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു മാത്രമല്ല, ഇതൊക്കെ ഇത്തരമൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എവിടെയാണ്? കയ്യടി പിടിച്ചുകൊണ്ടാണ്? അല്ല. സർക്കാരിനെ ഭയന്നുകൊണ്ടാണ്? അല്ല. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മൾ ഏറ്റിരിക്കുന്ന ദൗത്യം സത്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കും, സ്വാഭാവികമായി സംഭവിക്കും. ഇന്ന് ഇത് വിമർശിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു നടന്റെ രോഗത്തെ കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തു. ഒരുപാട് പേർ ചീത്ത വിളിച്ചു, എന്റെ ചരമ പോസ്റ്റർ ഒട്ടിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചരമ വീഡിയോ പോയി നോക്കിയപ്പോൾ 75 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത് ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത. 75 ലക്ഷം പേര്. ഒരാൾ മരണത്തിട്ടിരുന്ന പോസ്റ്റാണ്. ഒരുപാട് അനുശോചനമുണ്ട്, ചീത്ത വിളിയുണ്ട്. അതൊക്കെ വരുമ്പോഴും പിന്നീട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ നടനെ കുറിച്ച് പിന്നീട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ നടൻ ദുബായിലേതോ പ്രോഗ്രാമിന് പോകുന്നു പോയോ? ആ നടൻ പെരുന്നാളിന് പള്ളിയിൽ പോയോ? ഇല്ല. ഈ സത്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ എതിർപ്പുണ്ടാകും, പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാകും ഇതൊക്കെ സത്യമാണ്.
അതുകൊണ്ട് ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്, യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവത് സന്നിധിയിൽ പോയി നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കർമ്മം ഭംഗിയായി പൂർത്തിയാക്കുന്നതാണ്. ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്തോ അത് തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് അത് ഭംഗിയായി നിറവേറ്റുക. അപ്പോൾ നമുക്ക് സംരക്ഷണം ഒരുക്കാൻ സത്യമുണ്ടാവും. അത് ഏത് ഭരണകൂടം വേട്ടയാടാൻ തീരുമാനിച്ചാലും, ഏത് വ്യക്തി ഇല്ലാതാക്കാൻ തീരുമാനിച്ചാലും, ഞാനിപ്പോഴും പറയട്ടെ, കൊട്ടേഷൻ നേതാവിനെ ഒരിക്കൽ കാണാൻ പറ്റും. എന്നിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങി, അതുകൊണ്ട് എനിക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വന്ന് അറിയിച്ചെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞത്. ഇത് നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ഏത് പണി ചെയ്താലും, ഞാൻ എന്റെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ആ പണിയായതുകൊണ്ട്, ഞാനിപ്പോൾ പത്രപ്രവർത്തകനല്ലായിരുന്നു എന്ന് കരുതുക. ഞാനൊരു മേസ്തിരി പണിക്കാരനായിരുന്നെങ്കിൽ എന്നെ കയ്യാല കെട്ടാൻ വിളിക്കുന്നവൻ, എന്നെ വീട് കെട്ടാൻ വിളിക്കുന്നവൻ ഒരിക്കലും എന്നെ കുറിച്ച് പരാതിപ്പെടത്തില്ല. അത് അതിന്റെ ആത്മാർത്ഥതയിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ കൃഷിക്കാരനാണ്, അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും, എല്ലാ ദിവസവും ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്ന ഒഴിച്ചാൽ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന ദിവസങ്ങൾ കുറഞ്ഞത് 2 മണിക്കൂർ കൃഷി ചെയ്യുന്ന ആളാണ്. ഞാനൊരു മരം നടാൻ വേണ്ടി ഒരു കുഴിയെടുക്കാൻ പോയ അതിലെ കല്ല് മുഴുവൻ മാറ്റി അത് നല്ല ഭംഗിയാക്കുന്നത് വരെ എത്ര നേരമെടുത്താലും ഞാൻ അതിനു വേണ്ടി ഒരു ദിവസമൊക്കെ ഞാനൊരു കുഴിയെടുക്കാൻ സമയം കളഞ്ഞിട്ടുണ്ട്. കാരണം അത് പൂർത്തിയാവണം. ആ ചെയ്യുന്ന ജോലി, ഞാൻ ആ മരം നടാൻ പോവുകയാണ്, ആ മരത്തോട് എനിക്കൊരു നീതി പുലർത്തണം. ആ മരത്തിന് വളരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണം. കല്ലും കൂട്ടത്തിനിടെ കൊണ്ട് വെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട MLA-ക്ക് പോവേണ്ടതുണ്ട്. അദ്ദേഹം ഓടി നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോയി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്ന ഒരേ ഒരു സന്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു മതത്തിനപ്പുറത്തേക്ക് ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഈ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നതിന്റെ അകത്ത് എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, സൺഡേ സ്കൂളിൽ പോകുന്ന ആളാണ്. ഇപ്പൊ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 50 ദിവസം ഈസ്റ്റർ വരെ നോമ്പാണ്. പക്ഷേ ഞാൻ ഭാരതീയനായിരിക്കുമ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ഭാരതീയനാണെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. എന്റെ മതവിശ്വാസത്തെ ഭാരതീയനായ എന്റെ ഹൈന്ദവ പാരമ്പര്യം ഒരു തടസ്സമായി കാണുന്നില്ല. എന്നോട് ഒരു പള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല, നീ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പൊ ഈ ഭാരതീയ പാരമ്പര്യം തിരിച്ചറിയുക. വേദങ്ങൾ മുതലുള്ള നമ്മുടെ ലോകത്തെ ഏറ്റവും ആദ്യത്തെ ആത്മീയ സംവിധാനം നമ്മുടേതാണ്. ക്രിസ്തുവിന് 3000 വർഷം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണ് വേദങ്ങൾ. ആ വേദങ്ങളുടെ അടിത്തറയിൽ രൂപപ്പെട്ടതാണ് ഹൈന്ദവ സംസ്കൃതി. അപ്പൊ അവിടെ ആരെയും നമുക്ക് ദൈവമാക്കാം, ഏത് വിശ്വാസത്തിലും നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം. ആ കർമ്മത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, അതിൽ മാലിന്യം കലർത്തുമ്പോൾ, അതിൽ നമ്മൾ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുമ്പോൾ, ആ ഉത്തരവാദിത്തം മറന്ന് ആരെയോ ഭയന്ന് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിന് വഴിമാറുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുകയാണ്, നമ്മൾ സ്വാർത്ഥരാവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഭഗവാനെ നമ്മൾ പിന്നെ കാണുന്നത് എന്റെ വിജയത്തിന് വേണ്ടി, എന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അത് തെറ്റാണ്. അത് ഭഗവാൻ ക്ഷമിക്കില്ല. ഭഗവാൻ ആശ്വസിപ്പിക്കും, അനുഗ്രഹം നൽകും. പക്ഷെ നമുക്കൊരു ബാധ്യതയുണ്ട്. 24 മണിക്കൂറും ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വഴിപാട് നടത്തുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കടമ നിറവേറ്റുക, കർമ്മം ചെയ്യുക എന്ന ബാധ്യതയുണ്ട്. അത് മാത്രമാണ് ഈ സന്ധ്യയിൽ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരാണോ, നിങ്ങളുടെ കർമ്മം എന്താണോ അത് തിരിച്ചറിയുക, അത് സത്യസന്ധതയോടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ മുമ്പിൽ സംതൃപ്തനാകും. ഭഗവാൻ നിങ്ങളോട് സംതൃപ്തി തോന്നും. നിങ്ങളുടെ ജീവിത ലക്ഷ്യം വിജയിക്കും. ജയ്. ഔപചാരികതയുടെ പേരിലുള്ള സ്വാഗതം ദേവസ്വം സെക്രട്ടറി ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അടുത്തതായി ക്ഷേത്ര സേവാ സമിതിക്ക് വേണ്ടിയുള്ള ഉപഹാര സമർപ്പണത്തിനായി മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിക്ക് ക്ഷേത്ര സേവാ സമിതിക്ക് വേണ്ടിയുള്ള ഉപഹാരം സമർപ്പിക്കാനായി ബഹുമാനപ്പെട്ട ഷാജൻ സ്കറിയ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായി ക്ഷേത്ര സേവാ സമിതിക്ക് വേണ്ടിയുള്ള ഉപഹാര സമർപ്പണം ശ്രീ ഷാജൻ ചെറിയയ്ക്ക് ദേവസ്വം സെക്രട്ടറി പ്രവീൺ കുമാർ AR നിർവഹിക്കുന്നു. ഭക്ഷണം സർവശ്രീ ചാണ്ടി ഉമ്മൻ MLA. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ദിലീപ് മോഹൻ VD, പ്രസിഡന്റ് ക്ഷേത്ര സേവാ സമിതി, പ്രിയപ്പെട്ട ശ്രീ ദേവുകാർ ക്ഷേത്ര സേവാ സമിതി അംഗം, മുൻ പ്രസിഡന്റ് ബ്രഹ്മശ്രീ മള്ളിയൂർ ദിവാൻ നമ്പൂതിരി, ആദരണീയനായ ഭദ്രദീപ പ്രകാശകൻ, ഏറ്റവും പ്രിയപ്പെട്ട യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഇല്ലത്തപ്പൻകാവ് ജനാർദ്ദൻ നമ്പൂതിരി അവർ, ആദരണീയനായ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷകൻ ശ്രീ ഷാജൻ സറിയ അവർ, പ്രിയപ്പെട്ട ശ്രീ KS ഓമനക്കുട്ടൻ അവർ, സംസ്ഥാന സത്സംഗ് പ്രമുഖ് വിശ്വ ഹിന്ദു പരിഷത്ത്, പ്രിയപ്പെട്ട ക്ഷേത്ര സേവാ സമിതി സെക്രട്ടറി പ്രവീൺ AR, പ്രിയപ്പെട്ട നിതിൻ K. നിതിൻ, നീത K. നിതിൻ, കശ്മീര സുജേഷ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വെണ്ണിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മലകുന്നം പയ്യപ്പാടിയിൽ സപ്താഹ സമാരംഭ സഭയിൽ വന്ന് പങ്കെടുക്കുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അമ്പലവുമായി എൻ്റെ ബന്ധം തീർച്ചയായിട്ടും എൻ്റെ പിതാവ് തൊട്ട് തുടങ്ങിയ ബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഞാൻ MLA ആയതിനു ശേഷം ഇവിടെ പലതവണ പല പരിപാടിക്ക് വരുവാനും ഇതിൻ്റെ പുനർനിർമ്മാണ സമയത്തുമൊക്കെ ഇവിടുത്തെ വിവിധ പരിപാടിയിൽ വന്ന് പങ്കെടുത്തുമൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഈ ഒരു ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഒന്നിച്ചുള്ള യാത്രയാണ് ഈശ്വരൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആരും മാറി നിൽക്കാൻ പാടില്ല, എല്ലാവരും ഒന്നായി നിൽക്കണം എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും അതാണ് ഈ ലോകമെമ്പാടും ഒരു ആത്മീയത മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ പൂർവികരായവർ. 7000 വർഷത്തെ സംസ്കാരത്തിൽ ആ കാര്യം ഏറ്റുപറയുക മാത്രമല്ല, ജീവിച്ച് കാണിച്ചു തരികയും അത് നമ്മളോട് അത് ചെയ്യണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹത്തായ സംസ്കാരത്തിൽ ആര് കടന്നു വന്നാലും അവരെ സ്വീകരിക്കുന്നത്. അതിഥിയെ ദൈവമായി കണക്കാക്കുക എന്നുള്ളത് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ മഹത്തായ ഒരു ദർശനമാണ്. ആ ദർശനം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സംസ്കാരം ആരെയും ത്യജിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻസ് വന്നപ്പോൾ തൊട്ടാണ് അവർക്ക് ഈ സംസ്കാരത്തെ അംഗീകരിക്കുവാൻ പറ്റാത്ത സാഹചര്യം വന്നതെന്ന് ഈ അവസരത്തിൽ ഓർക്കുന്നു. പക്ഷെ അതിനു മുമ്പത്തെ പാരമ്പര്യം എടുത്തു പറഞ്ഞാൽ അത് യഹൂദന്മാർ വന്നാലും, ക്രൈസ്തവർ വരുമ്പോഴും, ഇസ്ലാം സഹോദരങ്ങൾ കടന്നു വരും, പാർസികൾ കടന്നു വന്നപ്പോഴും, ഏത് മതസ്ഥർ കടന്നു വന്നപ്പോഴും അവരെ എല്ലാം ചേർത്ത് പിടിക്കുകയും ആ ചേർത്ത് പിടിക്കലിന്റെ ഭാഗമായി അവർക്ക് ഒന്നിച്ച് മുന്നേറുവാൻ അവസരം കൊടുക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ അശോകൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമായി എനിക്ക് തോന്നുന്നു. അശോക ചക്രവർത്തി ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ള ചക്രവർത്തിമാരിലൊരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ബുദ്ധമതത്തിനെ പറ്റി ഒരു അറിവും ബുദ്ധനെ പറ്റി അറിവുണ്ടായപ്പോൾ പെട്ടെന്ന് ബുദ്ധമതത്തിലേക്ക് മാറി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അക്കാര്യത്തിൽ ആരെങ്കിലും സ്വന്തം മതത്തെ ഉയർത്തി കാണിക്കുവാൻ മറ്റൊരു മതത്തെ ഇഴത്തി കാണിക്കുവാണെങ്കിൽ ആ വ്യക്തി ഇഴത്തി കാണിക്കുന്ന സ്വന്തം മതത്തെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇന്ന് മറ്റൊരാളെ കുറ്റം പറയാൻ വേണ്ടി നമ്മൾ പല കാര്യം ശ്രമിക്കുമ്പോൾ, നമ്മളങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം മതത്തെ തന്നെയാണ് എഴുതി കാണിക്കുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവാം. കാരണം എല്ലാം ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കുറ്റം പറഞ്ഞ് കാണിക്കുമ്പോഴും നമ്മുടെ കുറ്റം തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തിന്റെ വലിയൊരു പ്രത്യേകത അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആര് കടന്നു വന്നാലും അവരെ സ്വീകരിക്കുക, അവരെ ദൈവമായിട്ട് കണക്കാക്കുക, ഒപ്പം അവരിലും ദൈവത്തെ കാണുക. ആര് മുന്നിൽ നിൽക്കുന്നു ആ വ്യക്തിയിലും ദൈവത്തെ കാണുക എന്നുള്ളത് കൊണ്ടാണ് നമസ്കാരം എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങുന്നത്. ഞാൻ മമ എന്ന് പറയുമ്പോൾ ഞാൻ ആരുമല്ല നിങ്ങളുടെ മുന്നിൽ, ഒപ്പം എന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലെ
ഈശ്വരനെ ഞാൻ നമിക്കുന്നു എന്ന് പറയുന്ന ആ മഹത്തായ കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് എവിടെയുള്ളത്? അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം അത് ലോകത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ രാജ്യം ഇതേപോലെ എല്ലാവരെയും സ്വീകരിക്കുന്നതിന്റെ ഒരു ഉത്തരം. നമുക്കറിയാം ഇന്ന് ലോകത്ത് വളരെയധികം റൈറ്റിസ്റ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് വരെ ആൾക്കാരെ ചെയിൻ ഇട്ടാണ് തിരിച്ചു കൊണ്ടുവിടുന്നത്. അത് അവരുടേതായ സംസ്കാരമാണ് എന്ന്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും അവരുടെ സംസ്കാരമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അവിടെ ആ പാരമ്പര്യം വെച്ച് നോക്കുമ്പോഴാണ് ഭാരതത്തിന്റെ മഹാത്മ്യം, ഭാരതത്തിന്റെ മഹിമ നമ്മൾ തിരിച്ചറിയുന്നത്. യാതൊരു സംശയവും വേണ്ട, ഈ സംസ്കാരം പോലെ മറ്റൊരു സംസ്കാരമില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അതിൽ നമുക്ക് അഭിമാനം കൊള്ളണം. ഈ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്കാരം മാത്രമല്ല, ഇപ്പം ഒരു സയൻസ് കൂടിയാണ്. ഏറ്റവും പ്രാധാന്യം ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലൈഫ് എന്ന് മാത്രമല്ല, അതൊരു സയൻസാണ്. ആ സയൻസിനെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. അതിനകത്ത് ഏറ്റവും നല്ല ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ അസുഖങ്ങളെ പോലും ചികിത്സിക്കാൻ സാധിക്കുന്ന ഒരു ചികിത്സാ വിഭാഗമാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, അത് 7000 വർഷം കൊണ്ട് അത് ചരക്കനാണെങ്കിലും ശുശ്രൂഷനാണെങ്കിലും ശരി, അതിനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകൾ, സംവത്സരങ്ങൾ കൊണ്ട് അത് ഇവിടെ നടപ്പിലാക്കിയ ഒരു മഹത്തായ സയൻസാണ്. യോഗയാണെങ്കിലും ശരി, യോഗ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പവറാണ് ഇന്ത്യയുടെ. എനിക്ക് പറഞ്ഞാൽ ഞാൻ MLA ആവുന്നതിന് ഒരു 40 ദിവസം മുമ്പ്, എൻ്റെ പിതാവ് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഈശ യോഗയിൽ പോയി യോഗ 3 ദിവസം ഞാൻ പഠിച്ചു. അന്ന് എൻ്റെ അടുത്ത് സ്വാമിജി എന്നോട് പറഞ്ഞു 40 ദിവസമെങ്കിലും ഇത് പരിശീലിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പിതാവിന്റെ മരണവും അതിനുശേഷമുള്ള സാഹചര്യവും അതിനെ മറികടക്കുവാൻ എൻ്റെ ഇലക്ഷൻ സമയത്ത് പോലും ഞാൻ യോഗയാണ് ചെയ്തത്. അന്ന് ആ യോഗ ചെയ്തില്ലെങ്കിൽ എനിക്കറിയില്ല ഞാനിത് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ചെയ്തുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത് പൂർണ്ണമായി. അപ്പം ശ്വാസത്തിലാണ് നമ്മുടെ ജീവന്റെ ശക്തി എന്നുള്ളതും, ശ്വാസത്തിലാണ് നമുക്ക് കൂടുതൽ ഊർജം കിട്ടുന്നതെന്നും നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ രാജ്യം ലോകത്തിന് കൊടുത്തിരിക്കുക. ഇതാണ് ഇന്ത്യൻ സോഫ്റ്റ് പവർ. ആ സോഫ്റ്റ് പവർ തിരിച്ചറിയാനും ആ സോഫ്റ്റ് പവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ചിലപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ, ഈ രാജ്യത്തിന്റെ വലിയ പ്രശ്നമായി വന്നിരിക്കുക. അതിനെ മറികടക്കുവാനുള്ള വലിയ ശക്തിയാണ് യോഗ എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു. യോഗ മാത്രമല്ല, നമുക്ക് സ്പോർട്സ് വളരെ അനിവാര്യമായിട്ടൊരു കാര്യം. അപ്പം നമ്മുടെ സമുദായ സംഘടനകൾ, മതസംഘടനകൾ ഇന്ന് ഡ്രഗ് അബ്യൂസിനെ നേരിടാൻ യോഗ ഉപയോഗിക്കണം, സ്പോർട്സ് ഉപയോഗിക്കണം. ഞാൻ MLA ശേഷം അതുകൊണ്ടാണ് ഇവിടെ സ്പോർട്സിന്റെ സെന്റർ ആക്കി പുതുപ്പള്ളിയെ മാറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സ്ഥലം മാത്രമേ എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ, കൂരോപ്പടയിൽ മാത്രം. ബാക്കി 2 സെന്റേഴ്സും അതിൻ്റെതായ ചില പരിമിതികളും പ്രശ്നങ്ങളും കൊണ്ട് നീണ്ടുപോകുന്നു. എന്റെ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് സർക്കാരിന്റെ എന്താ പറയാ ഓരോ നൂലാമാലകൾ കാരണം നീണ്ടു പോവുകയാണ്. പക്ഷെ അടുത്തൊരു വർഷത്തിലെങ്കിലും 2 സ്വിമ്മിംഗ് പൂളെങ്കിലും ഈ മണ്ഡലത്തിൽ, അതായത് നല്ല കുളങ്ങളെങ്കിലും ഉണ്ടാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഒരു സ്പോർട്ടിംഗ് കൾച്ചർ. അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഡോൺ ബോസ്കോ സ്കൂൾസും കൂടെ ചേർന്നിട്ട് കുട്ടികൾക്ക് ഫുട്ബോളിന് ട്രെയിനിങ് കൊടുക്കുക. ആദരണീയനായ മഹാരാഷ്ട്രയുടെ ഗവർണർ അദ്ദേഹം മെയ് 4 കടന്നു വന്ന് ഡോൺ ബോസ്കോ സ്കൂളിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തുക. എനിക്ക് ഇപ്പൊ തന്നെ ട്രെയിനിങ് തുടങ്ങുക. എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ അതിന് പറഞ്ഞു വിടണം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആരെയും കണ്ടിട്ടില്ല, എല്ലാം ആൺകുട്ടികളാണ്. ഇതുവരെ ജോയിൻ ചെയ്തിരിക്കുന്ന മൊത്തം ആൺകുട്ടികളാണ്. അതുകൊണ്ട് പെൺകുട്ടികളുടെ ഒരു സ്പോർട്ടിംഗ് ടീം കൂടെ വേണമെന്ന് അഭിപ്രായമുണ്ട്. ഞാനിപ്പോ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സമാപനം നടത്തിയിട്ടാണ് വരുന്നത്. അവിടെ പുതുപ്പള്ളി എന്നുള്ള പെൺകുട്ടികളില്ല, പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതുപ്പള്ളിക്ക് ചെറിയൊരു നാണക്കേടാണ് ഇവിടുത്തെ പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവരെയും കൂടി ഫുട്ബോൾ കളിക്കുവാൻ വിടണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പൊ ഇപ്പൊ തൊട്ട് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികൾ പോകുന്നുണ്ട്, പുതുപ്പള്ളിയിലെ ക്യാമ്പിൽ പോകുന്നുണ്ട്. പക്ഷെ പെൺകുട്ടികളെ ഞാനങ്ങനെ കാണുന്നില്ല. എന്താണെങ്കിലും ഈ സ്പോർട്ടിംഗ് കൾച്ചർ കൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല, നേട്ടം മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് പരാജയം പഠിക്കുവാൻ കൂടി ഉള്ള ഒരു സാഹചര്യമാണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ. എക്സാമിന് പരാജയം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ സ്പോർട്സിൽ പരാജയപ്പെട്ടുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. അപ്പം സ്പോർട്സിലൂടെ പരാജയം പഠിക്കുവാൻ, പരാജയത്തെ അതിജീവിക്കുവാൻ, ഒപ്പം ടീം വർക്ക് പഠിക്കുവാൻ, നോ കേൾക്കുവാൻ ഒക്കെ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു വേദി കൂടിയാണ് സ്പോർട്സ്. മാത്രമല്ല ഒത്തിരി എനർജി ഉണ്ട് കുട്ടികൾക്ക്. ആ കുട്ടികളുടെ എനർജിയെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്പോർട്സ്.
അതുകൊണ്ട് തന്നെ ആ ഒരു ഫുട്ബോളിന്റെ ട്രെയിനിങ്ങിന്റെ ഫ്രീ ആയിട്ട് കിറ്റും ഫുട്ബോളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്ന ഒരു വേദി കൂടിയാണ് അത്. അതുകൊണ്ട് കൂടുതൽ സ്പോർട്സ്, ഇപ്പൊ ഫുട്ബോൾ എല്ലാം മറ്റൊരു കളിക്കാണ് വിടുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളെ സ്പോർട്സിലൂടെ ഒരു താല്പര്യം കാണിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. ഇവിടെ ഈ അമ്പലത്തിൽ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ വർഷം ശബരിമലയിൽ വീണ്ടും പോകുവാൻ, രണ്ടാമത്തെ പ്രാവശ്യം പോകുവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു. അതിനുശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാൻ ഇവിടെ വരുന്നത്. അതേ എന്താ പറയുക, അതേ സാന്നിധ്യം, അതേ ആത്മീയ ചൈതന്യം ഈ ഒരു അമ്പലത്തിലും നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ലോകത്ത് ഇങ്ങനെ ചിലപ്പോൾ ഒരു ദേവാലയം കാണത്തില്ല, ഏത് മത്സരം കടന്നു വരുവാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, എല്ലാവരെയും ആദരിക്കുന്ന ആ ഒരു ആത്മീയ ചൈതന്യം നമ്മുടെ ഈ അമ്പലത്തിലും കാണാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ, നമ്മളെല്ലാം ഒന്നായി ജീവിക്കണം. നമ്മളെല്ലാം ആരും വേർപെട്ട് നിൽക്കേണ്ടവരല്ല, എല്ലാവരും ഒന്നായി ജീവിക്കുവാൻ. അതിനാണ് ഈ ആത്മീയത നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, അത് തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈശ്വരൻ തന്നെയാണ്, ദൈവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഓരോ പ്രാവശ്യവും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് നൽകുന്നത് കരുത്താണ്, നമുക്ക് കിട്ടുന്നത് കരുത്താണ്. നമ്മളൊരു പ്രശ്നത്തെ അതിജീവിക്കുവാൻ സഹായിക്കുന്നതും ഇതേ കരുത്താണ്. ആ കരുത്ത് നിങ്ങൾക്ക് ശക്തിയാകട്ടെ. അതിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭക്തി പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഭക്തിയാകട്ടെ നമ്മുടെ ലഹരി, സ്പോർട്സ് ആകട്ടെ നമ്മുടെ ലഹരി, കലയാകട്ടെ നമ്മുടെ ലഹരി. അതുകൊണ്ട് മറ്റുള്ള ലഹരികളെ തോൽപ്പിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട് സംരക്ഷിക്കപ്പെടട്ടെ. പഞ്ചാബും കേരളവും നഷ്ടപ്പെട്ടെന്നാണ് ഒരു കർണാടകത്തിലെ DGP എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്. നമുക്കങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കാൻ പറ്റത്തില്ല, അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കിവിടെ മതസംഘടനകളുണ്ട്, സാമുദായ സംഘടനകളുണ്ട്, പള്ളികളുണ്ട്. നമുക്ക് ഈ വേദികൾ ഉപയോഗിച്ച് രാഷ്ട്രീയ സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആ വേദി ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ തിരിച്ചു പിടിക്കുവാൻ, ആരെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്തി ഉപകരിക്കുന്നത് തിരുത്താനാണ് വേണ്ടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തെറ്റുകൾ തിരുത്തുവാനും നേരായ വഴിയിൽ ഉറച്ചു നിൽക്കുവാനും ഭക്തി സഹായിക്കട്ടെ. ഈ സപ്താഹം അതിനുവേണ്ടി എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ യജ്ഞ സമാരംഭ സഭ ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നന്ദി സർ. അടുത്തതായി യുവ കലാപ്രതിഭകളെ ആദരിക്കലാണ്. ക്ഷേത്ര സേവാ സമിതിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ യുവ കലാപ്രതിഭകളായിട്ടുള്ള നിത കെ നിധിൻ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവം 2024 ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, സംഘനൃത്തം എന്നിവയ്ക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നിത കെ നിധിനെ ആദരിക്കാനായി സർവശ്രീ ചാണ്ടി ഉമ്മൻ MLA ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വരികയും. അടുത്തതായി കാശ്മീര സുരേഷ് ദക്ഷിണകാശി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുപെട്ടവൻ എന്ന സിനിമയുടെ തിരക്കഥയും നിർമ്മാണവും സംവിധാനം ചെയ്ത S സുജീഷ് ദക്ഷിണകാശിയുടെ പുത്രിയും മുഖ്യ കഥാപാത്രമായി ഒരുപെട്ടവനിൽ അഭിനയിച്ച കാശ്മീര സുജീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സാറ് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 30 വർഷമായി സ്വയമായും മറ്റുള്ളവരെ ഉൾപ്പെടുത്തിയും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് പൂർണ്ണ സമർപ്പണമായി നിലകൊള്ളുന്ന നമ്മുടെ പ്രിയങ്കരനായ ക്ഷേത്ര സമിതി രക്ഷാധികാരി ശ്രീ NP മധുസൂദനൻ മധുക്കുട്ടൻ സാറിനെ ക്ഷേത്ര സേവാ സമിതി ഉപഹാരം നൽകി ആദരിക്കുകയാണ്. അതിനുവേണ്ടി സാറിനെ ആദരിക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരപൂർവ്വം. സ്വാമി ശരണമയ്യപ്പ. ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്തതായി
ശ്രീ ചാണ്ടി ഉമ്മൻ സാറിനുള്ള ഉപഹാരം. ക്ഷേത്ര സേവാ സമിതിക്ക് വേണ്ടിയുള്ള ഉപഹാരം ക്ഷേത്രത്തിന്റെ ജോയിന്റ് കൺവീനർ ശ്രീ കണ്ണൻ കെ എം അദ്ദേഹം ശ്രീ ചാണ്ടി ഉമ്മൻ സാറിന് നൽകുന്നു. അടുത്തതായി നമ്മളുടെ ഈ സപ്താഹ മണ്ഡപം നിർമ്മാണത്തിന്റെ തുടക്കം കഴിഞ്ഞ വെണ്ണിമല പെരുമാളിന്റെ ആറാട്ട് ദിനമായ മാർച്ച് 6-ാം തീയതി ഔപചാരികമായി തുടങ്ങി 25 ദിവസത്തിനുള്ളിൽ ഈ സപ്താഹ മണ്ഡപം നമുക്ക് നിർമ്മിച്ച് നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കമ്പലക്കാട് തങ്കപ്പൻ ആചാര്യാണ് ഉപഹാരം ഏറ്റുവാങ്ങാനായി ശ്രീ